എന്നിട്ട് ആ സ്വർണ്ണമാല നിങ്ങളുടെ കയ്യിൽ തരും, അതിന്റെ പൈസ തരും. നമ്മളൊരു ജ്വല്ലറി കൊണ്ട് കൊടുക്കുകയാണെങ്കിലും ആ മാലയുടെ ആധാർ കാർഡ് ചോദിക്കും, അച്ഛൻ്റെ കാർഡ് ചോദിക്കും, അമ്മയുടെ കാർഡ് ചോദിക്കും. ഇതെല്ലാം ചോദിച്ചിട്ട് അവൻ അതിന്റെ പൈസ തരുമോ? അതുമില്ല, നേരെ ബാഗിലിടും. അപ്പൊ നമ്മൾ ആ മേടിച്ചിട്ട് കട്ടമാല കൊണ്ട് കൊടുക്കും ഇല്ല. അപ്പൊ നമ്മൾ എന്തോ വേണം, നമ്മുടെ സ്വർണത്തിന് നമ്മൾ എന്ത് വേണം? ഇതുപോലെ ഷാളൊക്കെ ഇട്ട് മറച്ച് ക്ലിയർ ആയിട്ട് വേണം. സ്വർണ്ണല്ലേലും കുഴപ്പമൊന്നുമില്ല, കഴുത്ത് മുറിഞ്ഞാൽ പോരെ. ഒരാളുടെ മരണമാകാൻ വലിയ പരിക്കുകളൊന്നും വേണ്ട, ചെറിയൊരു ഓട്ടം മതി കഴുത്തിന്റെ താള് പറ്റൂ. അതായത് നിങ്ങൾ ഉറങ്ങുമ്പോഴായിരിക്കും നിങ്ങളുടെ കാലിലെ പാസരങ്ങളൊക്കെയാണ് അടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അതൊന്നും അതിനൊക്കെ സംവിധാനങ്ങൾ ഒരുപാടായി കഴിഞ്ഞു. അതിന് ഒരൊറ്റ നമ്മുടെ തുണി വെട്ടുന്ന മെഷീനിൽ, നമ്മുടെ ടൈലർ മെഷീനിലൊരു ബട്ടണൊക്കെ തുന്നിക്കഴിഞ്ഞാൽ പൊട്ടിക്കുന്നൊരു ഫ്ലക്കറുണ്ട്, കത്തിരി പോലത്തെ. അത് മതി. എല്ലാ കാലിൻ്റെ അടിയിൽ ഒരു അവസ്ഥ ആയി കഴിഞ്ഞാൽ അവളെ കൈ പൊട്ടിയത്. പിന്നെ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ ഒരു വരി മരിച്ചതിന് ഒറ്റ തട്ടാങ്കളഞ്ഞ് പിന്നെ അവൻ പിടിച്ചോളും ആവും പോയി. ഞാൻ നേരെ ജ്വല്ലറി പോയില്ല, നേരെ ഷർട്ടിൻ്റെ ഇടയിൽ പോയി. അവിടെ പോയി കഴിഞ്ഞാൽ അവൻ ഒരുക്കി അവർക്ക് കൊടുക്കും, അവന് പൈസ കിട്ടും. അപ്പൊ നമ്മളായിട്ട് അവനൊരു ഐഫോൺ വാങ്ങാൻ